മക്കളെ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എംപവർമെൻറ്റ് ഫോർ ഫിസിക്കൽ ഡിസബിലിറ്റി, അതുപോലെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇതിന് കീഴിൽ വരുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് അഥവാ CETയുടെ നോട്ടിഫിക്കേഷനുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് അഡ്മിഷൻ എന്ന് ചോദിച്ചാൽ, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി അഥവാ BPT, ബാച്ചിലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി അഥവാ BOT, ബാച്ചിലർ ഇൻ പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ് BPO, ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി BSLP. ഈ 4 കോഴ്സുകൾക്ക് കോമൺ ആയിട്ടാണ് ഈ CET എക്സാം നടക്കുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ വീഡിയോയിൽ. പ്രധാനമായിട്ടും ഈ 7 ക്യാമ്പസിലാണ്. ഒന്ന് ന്യൂഡൽഹി ക്യാമ്പസ്, കൊൽക്കത്ത, ചെന്നൈ, കട്ടക്ക്, മുംബൈ, ഗുവാഹത്തി, പട്ന. ഈ 7 ക്യാമ്പസുകളിലായിട്ടാണ് ഈ പ്രോഗ്രാമുകളുള്ളത്. അപ്ലിക്കേഷൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് admission.svnar.tar.nic.in എന്നുള്ള സൈറ്റിലാണ്. ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് 1500 രൂപയാണ്. അൺറിസർവ്ഡ് അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റിന് 1500 രൂപ. എന്നാൽ SC ST EWS പോലുള്ള കാറ്റഗറിക്ക് 1100 രൂപയാണ് ഫീ. ഇനി ഇതിൻ്റെ ഷെഡ്യൂൾ നോക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് മെയ് 11 തീയതി സ്റ്റാർട്ട് ചെയ്തു. എന്നുവരെ ഉണ്ടെന്ന് ചോദിച്ചാൽ ജൂൺ 5 വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. കറക്ഷൻ്റെ സമയം ജൂൺ 6 തുടങ്ങി ജൂൺ 8 വരെയാണ്. അഡ്മിറ്റ് കാർഡ് ഉണ്ടാവുക ജൂൺ 10 തീയതിയാണ്. CET എക്സാമിൻ്റെ ഡേറ്റ് ജൂൺ 28-നാണ്. ഇതിന് അപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ നോക്കുക. ഓൺലൈനായിട്ട് മാത്രമാണ് അപ്ലിക്കേഷൻ ഉണ്ടാവുക. ഇനി അതിൻ്റെ അഡ്മിഷൻ പോർട്ടൽ ഒരിക്കൽ കൂടി കാണിക്കുന്നു. admission.svnar.tar.nic.in. ഓൺലി ഓൺലൈൻ ആപ്ലിക്കേഷൻ ആർ അക്സെപ്റ്റഡ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമാണ്. ഇനി കോഴ്സുകൾ നോക്കുക. അത് ഏതൊക്കെ ക്യാമ്പസിലാണെന്ന് നോക്കുക. ന്യൂഡൽഹിയിൽ BPT, BOT, BPO കോഴ്സുകളുണ്ട്. ഇതൊക്കെ 4 വർഷത്തെ കോഴ്സുകളാണ്. കൊൽക്കത്ത ക്യാമ്പസിൽ BPT, BOT, BPO ഉണ്ട്. 4 വർഷത്തെ കോഴ്സാണെന്ന് പറഞ്ഞു. ചെന്നൈയിൽ BPT, BOT, BSLPയും ഉണ്ട്. എല്ലാ കോഴ്സും എല്ലാ സ്ഥലത്തും ഇല്ല. കട്ടക്കിൽ BPT, BOT, BPO, BSLP 4 കോഴ്സും ഉണ്ട്. 4 വർഷത്തെ പ്രോഗ്രാമാണ്. മുംബൈയിൽ BSLP മാത്രമാണ്. കൊൽക്കത്തയിൽ BSLP മാത്രമാണ്. സെക്കന്ദരാബാദിൽ BSLP മാത്രമാണ്. ഗുവാഹത്തിയിൽ BSLP മാത്രമാണ്. പട്നയിൽ BPO ആണ്. ഇതെല്ലാം 4 വർഷത്തെ പ്രോഗ്രാമുകളാണ്. ഇനി എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽ നോക്കുക. 28 തീയതിയാണ്, ജൂൺ 28-നാണ് എക്സാം ഉണ്ടാവുക. എക്സാമിൻ്റെ പ്രത്യേകത ജനറൽ എബിലിറ്റി, അതേപോലെ ജനറൽ നോളജ് 10 മാർക്കിൻ്റേതുണ്ടാവും. ഫിസിക്സ് 30 മാർക്കിന്, കെമിസ്ട്രി 30 മാർക്കിന്, ബയോളജി അല്ലെങ്കിൽ മാത്സ് 30 മാർക്കിന്. അങ്ങനെ ടോട്ടൽ 100 മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓരോന്നിനും 1 മാർക്ക്. ഓരോന്നിനും കറക്റ്റ് ഉത്തരത്തിന് 1 മാർക്കാണ്. ഇനി ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ 0 ആണ്. അതേപോലെ നോ നെഗറ്റീവ് മാർക്കിംഗ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. കിട്ടിയാൽ ശരിയാണെങ്കിൽ 1 മാർക്ക് കിട്ടുമെന്നല്ലാതെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. 100 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. എലിജിബിലിറ്റി കണ്ടീഷൻ നോക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാ കോഴ്സുകൾക്കും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും 17 വയസ്സ് കഴിഞ്ഞിരിക്കണം. അതായത് 2026 ഡിസംബർ 31-നോ അതിനു മുമ്പോ, ഡിസംബർ 31-നോ അതിനു മുമ്പോ 17 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. ഇനി നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നിങ്ങളുടെ ഫൈനൽ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് അവർ പ്രൂഫായിട്ട് കൺസിഡർ ചെയ്യുക. ഇനി എലിജിബിലിറ്റി നോക്കുക. BPT അല്ലെങ്കിൽ BOT പോലുള്ളതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 പാസ്സായിട്ടുണ്ടാവണം. എങ്ങനെ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അതേപോലെ ഇതിനെല്ലാം കൂടി ഈ 3-നും കൂടെ ചേർത്ത് 50% അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടായാൽ മതി. ഇംഗ്ലീഷ് പാസ്സാവുകയും വേണം. എന്നാൽ BPO കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 പാസ്സായിട്ടുണ്ടാവണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സ് വിത്ത് ഇംഗ്ലീഷ്. ഇതിനെല്ലാം കൂടെ ചേർത്ത് 50%. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇംഗ്ലീഷിന് 50%, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇംഗ്ലീഷിന് 50%. എന്നാൽ BSLPക്ക് +2-ൽ നിങ്ങൾ സയൻസിലെ ഏതെങ്കിലും 2 അതിലധികം സബ്ജക്റ്റോ പഠിച്ച് പാസ്സായാൽ മതി. അതിന് 50% മാർക്ക് വേണമെന്ന് മാത്രം. 2 or more സബ്ജക്റ്റ് ഇൻ സയൻസ് ആണ് വേണ്ടത് വിത്ത് ഇംഗ്ലീഷും ഉണ്ടാവണം. ഇനി സീറ്റ് ഡീറ്റെയിൽ നോക്കുക. ന്യൂഡൽഹി ക്യാമ്പസിൽ BPTക്ക് 68 സീറ്റാണ്. അൺറിസർവ്ഡിന് 28 സീറ്റ്, SC 10 സീറ്റ്, ST 5 സീറ്റ്, OBC 18 സീറ്റ്, EWS 7 സീറ്റ്, അതേപോലെ ഫോറിൻ നാഷണലിൽ 2 സീറ്റ്. BOTക്ക് 68 സീറ്റാണ്. കാറ്റഗറി വൈസ് ഉള്ളത് ഇവിടെയുണ്ട്, ഞാൻ വായിക്കുന്നില്ല. BPOയ്ക്ക് ടോട്ടൽ 39 സീറ്റാണ്. BPTക്ക് 57 സീറ്റ് കൊൽക്കത്ത ക്യാമ്പസിൽ, BOT 56 സീറ്റ്, BPO 47 സീറ്റ്. ചെന്നൈയിൽ BPTക്ക് 18 സീറ്റ്, BOTക്ക് 18 സീറ്റ്, BSLPക്ക് 27 സീറ്റ്. കട്ടക്കിൽ BPT 62 സീറ്റ്, BOT 62 സീറ്റ്, BPO 46 സീറ്റ്, BSLP 20 സീറ്റ്.
മുംബൈ ക്യാമ്പസിൽ BSLPക്ക് 25 സീറ്റ്. ഇനി കൊൽക്കത്തയിലെ വെസ്റ്റ് ബംഗാളിൻ്റെ കോട്ട സ്റ്റേറ്റ് കോട്ട മാറ്റി നിർത്തിയാൽ ഓൾ ഇന്ത്യ കോട്ടയിൽ 17 സീറ്റ്. അതുപോലെ സെക്കന്ദരാബാദിൽ ഓൾ ഇന്ത്യ കോട്ട 27 സീറ്റ്. ഇത് നിങ്ങൾക്ക് ബാധകമായിരിക്കില്ല. അതേപോലെ ഗുവാഹത്തിയിൽ 20 സീറ്റ്, പാറ്റ്നയിൽ 30 സീറ്റ്. ഇത് BSLPക്കും ഇത് BPOയ്ക്കുമാണ്. കാറ്റഗറി വൈസുള്ള സീറ്റ് ഞാൻ വായിക്കുന്നില്ല, ടോട്ടൽ സീറ്റ് മാത്രമേ വായിച്ചുള്ളൂ. ഈ റൈറ്റിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അതത് കാറ്റഗറികളുടെ സീറ്റ് കാണാം. ഇനി ഫീസ് ഡീറ്റെയിൽ നോക്കാം. കട്ടക്ക് ക്യാമ്പസിൽ നിങ്ങൾക്ക് ടോട്ടലി കോഴ്സിൻ്റെ ഫീസ് വരുന്നത് 60,000 രൂപയാണ് ഫീസ് ഉണ്ടാവുക. കട്ടക്ക് ക്യാമ്പസിൽ 60,000 നോർമലി ഫീസ് ഉണ്ടാവുക. അതേപോലെ കൊൽക്കത്തയിലാണെങ്കിൽ 61,000 രൂപയാണ് ഫീ ഉണ്ടാവുക. ഇനി അതേപോലെ ചെന്നൈയിലാണെങ്കിൽ BPTക്കും BOTക്കുമായിട്ട് 44,000 ആണ് ഫീസ്. BSLPക്ക് 41,700 രൂപയാണ്. ന്യൂഡൽഹി ക്യാമ്പസിൽ 61,080 രൂപയാണ്. അതേപോലെ ഗുവാഹത്തി ക്യാമ്പസിൽ 60,000 രൂപയാണ്. പാറ്റ്നയിൽ 61,000 രൂപയാണ്. ഇത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് അഡ്മിഷൻ ഫീ വരും, ട്യൂഷൻ ഫീ വരും, ലൈബ്രറി സെക്യൂരിറ്റി, ലബോറട്ടറി ഫീസ്, സ്പോർട്സിൻ്റെ ഫീ, ലൈബ്രറി ഫീസ്, അതേപോലെ കോഷൻ ഫീ, ഐഡൻറ്റിറ്റി കാർഡിൻ്റേത്, യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്മെൻറ്റ് ഫീ, ഇതൊക്കെ ചേർത്തിട്ടാണ് ഫീ. ഇനി പിന്നീടുള്ള വർഷങ്ങളിൽ നിങ്ങൾ അടയ്ക്കേണ്ടി വരിക. ഇപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ 60,000 ആണെങ്കിൽ പിന്നീടുള്ള വർഷങ്ങളിൽ നിങ്ങൾ ഈ 20,000 ആനുവൽ ഫീസ് അടയ്ക്കണം, ഈ 9,000 ആനുവൽ ഫീസ് അടയ്ക്കണം. എല്ലാ ഫീസും ഒന്നും ആനുവൽ ഫീ അല്ല, ചിലതൊക്കെ വൺ ടൈം ആണ്. ഇപ്പോൾ ഈ കോഷൻ ഫീ ഒക്കെ വൺ ടൈം ആണ്, പിന്നീട് തിരിച്ചു കിട്ടും, ഒറ്റ പ്രാവശ്യം അടച്ചാൽ മതി. അപ്പോൾ ഇത് വൺ ടൈം ആണ്, ഇത് വൺ ടൈം ആണ്, ഇത് വൺ ടൈം ആണ്, ഇത് വൺ ടൈം ആണ്. അപ്പോൾ ഇതൊക്കെ കുറച്ചിട്ട് ഈ ആനുവൽ ഫീ എന്ന് പറയുന്നത് മാത്രമാണ് പിന്നീടുള്ള വർഷങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ അത്രയും ഉണ്ടാവില്ല, ജോയിൻ ചെയ്യുന്ന വർഷം മാത്രമാണ് ഈ 60,000. അപ്പോൾ ഓരോന്നിൻ്റെയും ഫീസ് ഞാൻ കാണിച്ചു. ഇത് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോഴാണ്. സെക്കൻഡ് ഇയർ തൊട്ട് ഈ വൺ ടൈം ഫീകൾ ഒഴിവാക്കി ആനുവൽ ഫീ മാത്രം അടച്ചാൽ മതിയാവും. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉണ്ടാവണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലായിരിക്കണം. 40 തുടങ്ങി 100 GB ഉള്ളിൽ സൈസ് ഉണ്ടാവണം. സിഗ്നേച്ചറും JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലായിരിക്കണം. 40 to 50 KB ആയിരിക്കണം സൈസ്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഉണ്ടാവണം, അതും JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റ്. 40 to 100 KB സൈസ്. മറ്റ് ഡോക്യുമെൻറ്റുകൾ PDF ഫോർമാറ്റിലായിരിക്കണം. ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് SLC ബുക്ക്, അതേപോലെ തന്നെ ഹയർ സെക്കൻഡറിയുടെ മാർക്ക് ലിസ്റ്റ്, OBCയുടെ NCL ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, അതേപോലെ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളൊക്കെ. അതേപോലെ ഈ സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 ഏപ്രിൽ 1 ശേഷം എടുത്തായിരിക്കണം. അത് NCL ആയിക്കോട്ടെ, EWS ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഒക്കെ ഈ ഡേറ്റിന് ശേഷം എടുത്തതായിരിക്കണം. 2026 ഏപ്രിൽ 1 ശേഷം എടുത്തതായിരിക്കണം. അപ്പോൾ അപ്ലിക്കേഷൻ ഒരു ഫ്ലോ ചാർട്ട് ഒരിക്കൽ കൂടി കാണിക്കുന്നു. ആദ്യം രജിസ്ട്രേഷൻ ആൻഡ് പാസ്വേഡ് ക്രിയേഷൻ. സൈറ്റിൽ കയറി പ്രൈമറി രജിസ്ട്രേഷൻ ചെയ്യുക, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, അപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും കാറ്റഗറി സർട്ടിഫിക്കറ്റുകളും മറ്റു ഡോക്യുമെൻറ്റും ഒക്കെ അപ്ലോഡ് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക, ആ കൺഫർമേഷൻ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. ഇത്രയുമാണ് അപ്ലിക്കേഷൻ്റെ പ്രൊസീജിയർ. രജിസ്ട്രേഷൻ ഫീ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, 1,500 രൂപയാണ്. OBC, EWS, അതേപോലെ ജനറൽ കാറ്റഗറിക്ക് ഉണ്ടാവുക. SC ST പോലുള്ള കാറ്റഗറി 1,100 രൂപയാണ് ഫീ അടയ്ക്കേണ്ടത്. ഈ എക്സാം സെൻറ്റർ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 2 സെൻറ്ററേ ഉള്ളൂ. ഒന്ന് കോഴിക്കോടാണ് സെൻറ്റർ, രണ്ടാമത്തേത് ട്രിവാൻഡ്രത്താണ് സെൻറ്റർ. അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇഫ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഒപ്റ്റിംഗ് ടു അപ്പിയർ അറ്റ് എ പർട്ടിക്കുലർ സെൻറ്റർ ഈസ് ലെസ് ദാൻ 20. നിങ്ങൾ ചൂസ് ചെയ്ത സെൻറ്ററിൽ 20 താഴെ കാൻഡിഡേറ്റ് ഉള്ളെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ഓപ്ഷനേ തരുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 20 പേരെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ ഒരു സെൻറ്റർ ഇഷ്യൂ ചെയ്യൂ. അപ്പോൾ ഓൾമോസ്റ്റ് CETയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓവർവ്യൂ ഞാൻ ആ പ്രോസ്പെക്ടസ് പ്രകാരമുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.